ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമസ്കാരം. ബോച്ചെ രണ്ടാം ദിവസവും ജയിലിൽ തന്നെ കഴിയുകയാണ്. ഒരു കോടീശ്വരനായ ശതകോടീശ്വരനായ ഒരാൾ ഒരു നിഷ്പ്രയാസം ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ കേരള പോലീസ് അകത്താക്കിയിരിക്കുന്നു. അല്ല, കേരള പോലീസ് അല്ല, പിണറായി വിജയൻ നേരിട്ട് അകത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്, എന്തൊക്കെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ്, ഗൂഢാലോചന എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അധികം താമസിയാതെ പുറത്തു വരും. എന്തായാലും പിണറായി വിജയൻ ഇതിൽ ഇൻവോൾവ് ആണ്. അത് ഹണി റോസിനെ വെച്ച് പിണറായി വിജയൻ ചെയ്ത പരിപാടിയാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇതൊരു കള്ളക്കേസാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ രേഖ മജിസ്ട്രേറ്റ് പോലും പരിശോധിക്കാതെ ഉള്ള വീഡിയോ ആണ് ഞാൻ പുറത്തുവിട്ട. ആലക്കോട് നടന്ന ചെമ്മണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ അവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന ഹണി റോസ് അദ്ദേഹം കൈപ്പിടിക്കുകയും ഇഷ്ടമില്ലാതെ കൈപ്പിടിക്കുകയും അദ്ദേഹം ലൈംഗിക അതിക്രമം കാണിച്ചു എന്നാണ് പരാതിയിലുള്ളത്. അതുപോലെ 2 വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ എടുത്തുള്ളത്. 75 BNS വകുപ്പ് പ്രകാരവും അതേപോലെ IT ആക്ട് 67 A എന്ന് പറഞ്ഞാൽ ജയിൽ ബെയിലബിൾ നോട്ട് ബെയിലബിൾ, 67 ബെയിലബിൾ ആണ്, 3 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്നതാണ്, ബെയിലബിൾ ആണ്. എന്നാൽ 75 എന്ന് പറയുന്നത് നോൺ ബെയിലബിളായ വകുപ്പാണ്, 1 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. എന്തായാലും ഈ അങ്ങനെയുള്ള കേസിൽ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ശരിക്കും ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി എടുത്ത മജിസ്ട്രേറ്റ് തന്നെ വാദം കേൾക്കാൻ പാടില്ല, ജാമ്യ ഹർജി കേൾക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. എന്നാൽ ഇവിടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 അഭിരാമി എന്ന് പറയുന്ന ബഹുമാനിയായ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കേട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ പറയുന്നത്, ഹണി റോസ് പല സിനിമകളിലും സെക്സ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരാളുടെ കൈക്ക് പിടിച്ചാലോ ശരീരത്തിൽ തട്ടിയാലോ അത് മോശമാണെങ്കിൽ കൃത്യമായി അവർക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഏത് വേശ്യയാണെങ്കിലും അവരെ മോശമായിട്ട് സ്പർശിച്ചാൽ, ഇഷ്ടമില്ലാതെ തൊട്ടാൽ, ഇഷ്ടമില്ലാതെ അവരോട് മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടാൽ അവർക്ക് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഹണി റോസിൻ്റെ കാര്യത്തിൽ, ഞാൻ ഏത് പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും, ഞാൻ വേശ്യയുടെ കാര്യത്തിൽ നിന്ന് പറഞ്ഞത് അത്രയും വളരെ സെക്സ് വിൽപ്പന നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവരുടെ സമ്മതം വേണം. എന്നാൽ സാധാരണ ഒരു പെൺകുട്ടിക്ക് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പരാതി കൊടുക്കാം. അത് ഈവൻ എക്സ്റ്റെൻഡ് വരെ വേശ്യയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ, അവർ ഇഷ്ടമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാതെ അവരെ സ്പർശിച്ചാലൊക്കെ തന്നെ അവർക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതാണ് സ്ത്രീകൾക്കുള്ള പരിരക്ഷ ഇന്ത്യയിൽ. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള നടക്കുന്ന സംഭവം. അതിലേറ്റവും അവസാനത്തെ ഇരയാണ് ബോച്ചെ എന്ന് പറയുന്ന തെളിവുകളാണ് ഞാൻ പുറത്തുവിടുന്നത്. ആലക്കോട് നടന്ന സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ടുള്ള ഒരു 1, 2, 3, 4, 5, 6 വീഡിയോകളാണ് ഞാൻ പുറത്തുവിടുന്നത്. ഈ 6 വീഡിയോകളിൽ വഴി ഇതിൽ പരാതിക്കാരി കൃത്യമായി കള്ളപ്പരാതിയാണ് കൊടുത്തതെന്ന് തെളിയിക്കുന്നതാണ്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അതായത് അവിടെ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമുഖത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ്റെ ഒരു മൂടൊന്നുമില്ല. നമ്മുടെ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിന്റെ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
എന്തായാലും ഈ ഒരു സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോഷയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി. അതുമാത്രമല്ല ഇപ്പൊ വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. 100 വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ടിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തില്. എന്തായാലും സെൽഫി എടുക്കാം, കഴിഞ്ഞിട്ട് പോലെ സെൽഫി എടുത്തിട്ടേ പോവുള്ളൂ. അനി റോസ് പല ഉദ്ഘാടനമൊക്കെ വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അനി റോസിനെ പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. അനി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ലവ് യു എവറിബഡി. അതായത് ഈ രംഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഹണി റോസ് ആ ചടങ്ങിന് വന്ന ശേഷം അവിടെ എല്ലാവരെയും കൈ കൊടുത്തിട്ടാണ് അകത്തേക്ക് മുകളിലേക്ക് സ്റ്റേജിലേക്ക് കയറുന്നത്. കയറി എല്ലാവരും വിഷ് ചെയ്ത ശേഷം അവർ ബോച്ചയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. മനുഷ്യസ്നേഹിയാണ്, അതേപോലെ ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ബൈറ്റ് എടുത്തിട്ട് ശേഷം പോവുകയുള്ളൂ, നിങ്ങളെ കൂടെ ഒന്ന് സെൽഫി എടുത്തിട്ടേ പോവുകയുള്ളൂ എന്ന് ജനങ്ങളോട് പറയണം. അത്രയും അവർ ഹാപ്പി ആയിട്ട് വളരെ ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചടങ്ങിൽ ആദ്യത്തെ ഒരു വീഡിയോ പുറത്തു വിടുമ്പോൾ കൃത്യമായിട്ട് അവിടെ യാതൊരു തരത്തിലും അവർക്ക് ഒരു വിഷമവും ഉണ്ടായില്ല, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോച്ചെ വന്നിട്ടില്ല കേട്ടോ. ഇനി ബോച്ചെ വന്ന ശേഷമുള്ള അടുത്ത രംഗം നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത രംഗത്തേക്ക് കാണാം. അനി റോസ് പല ഉദ്ഘാടനമൊക്കെ വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അനി റോസിനെ പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. അനി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ലവ് യു എവറിബഡി. അതായത് ഇവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, അവർ ഹണി റോസ് ഏറ്റവും ആരോപണ വിഷയമായി പറഞ്ഞുള്ളത് കുന്തി ദേവിയെ പോലെ കുന്തി ദേവിയോട് ഉപമിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ബോച്ചെ പറയുന്നത് ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതം സീരിയൽ അഭിനയിച്ച നടിയുടെ അതേ രൂപം, കുന്തി ദേവിയുടെ വേഷത്തിൽ അഭിനയിച്ച അതേ നടിയുടെ രൂപമാണ്, അതേ ഭാവത്തിലാണ് ഈ പറയുന്ന ഹണി റോസ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹണി റോസ് സാധാരണ അതേപോലെ പാതി ഡ്രസ്സുകൾ മാത്രം ധരിച്ചു വരുന്ന വേഷങ്ങൾ മാറ്റി ഫുൾ ഒരു ഡ്രസ്സ് ധരിച്ച്
മാന്യമായ രൂപത്തിലുള്ള വേഷങ്ങൾ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഒരു കുറച്ച് ഭാഗങ്ങൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് അവർ വരാറുള്ളത്. അപ്പം ഇവിടെ അങ്ങനെയല്ല, അവർ കൃത്യമായിട്ട് ഫുൾ ഡ്രസ്സ് ധരിച്ച് കുലീനത്വത്തോടുകൂടി, അത് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവിടെ അങ്ങനെയുമല്ല പറഞ്ഞത്, കുന്തി ദേവിയായിട്ട് അഭിനയിച്ച മഹാഭാരതം സീരിയലിലെ നടിയെ പോലെ ആണ് തോന്നിക്കുന്നത്. തലയിൽ മുകളിൽ മുടി വെട്ടിവെച്ച് ഒരു കാഷായ വേഷമാണ് ശരിക്കും അവർക്കുള്ള ഡ്രസ്സ്. സാധാരണ വേഷമാണെങ്കിലും ഒരു കാഷായ ഡ്രസ്സമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് അതിൻ്റെ അകത്ത് ലൈംഗികാതിക്രമം നടന്നത്. രണ്ടാമത്തെ വീഡിയോ പുറത്തു വിടുമ്പോഴും എവിടെയും ലൈംഗികാതിക്രമം ഇല്ല എന്ന് മാത്രമല്ല, ഇത് പറയുമ്പോൾ തൊഴുകൈയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ ഹണി റോസ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടായെങ്കിൽ ഇവിടെ തുടക്കത്തിലേ കാണേണ്ട, ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല. രണ്ടാമത്തെ വീഡിയോയിലും ഇല്ല. ഇനി അടുത്തത് നമുക്ക് നാട മുറിക്കുന്ന രംഗം കാണാം. നാട മുറിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന രംഗം കാണാം. കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായി നാടമുറിക്കലുണ്ട്. അവിടെ നടന്ന ഭാഗം കൂടി ഒന്ന് കാണാം. അവിടെ എന്തെങ്കിലും ലൈംഗിക അതിക്രമം ഉണ്ടായോ എന്നുള്ളത് മൂന്നാമത്തെ വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് കൈ അടിച്ച് അതായത് അടുത്തത് നാട മുറിച്ചിട്ടാണ് ആ ജ്വല്ലറിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹം ബോച്ചയാണ് കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഹണി റോസ് അദ്ദേഹത്തിൻ്റെ കൈക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ചെറിയ സ്പർശിച്ചു, രണ്ടുപേരും കൂടെ നാട മുറിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും ഏതെങ്കിലും ലൈംഗികാതിക്രമം നടന്നിട്ടില്ല. ഒരു ലൈംഗികാതിക്രമത്തിന് ഒരു സൂചന പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വീഡിയോയിലും നമ്മൾ കാണും. നാലാമത്തെ വീഡിയോ നമുക്ക് നോക്കാം. അടിപൊളിയാണ്. ഡയമണ്ട് നെക്ലേസ് വളരെ വിലക്കുറവാണ്. 1.5 നാച്ചുറൽ റൂബി വിത്ത് ഡയമണ്ട്. ചേഞ്ചബിൾസ് ആണ്. ഡ്രസ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. 24 കോടി രൂപയിലധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ്. ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വരുമെന്നുണ്ടോ? ഇതിന് വില കൂടുമ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും അതിന്റെ റേറ്റ്. അടുത്തത് നമ്മളുടെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാലാമത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. കൃത്യമായി ഭവ്യതയോട് കൂടിയിട്ട് നമ്മുടെ ബോച്ചെ ചോദിക്കുകയാണ്, കഴുത്തിൽ ഈ മാല അണിഞ്ഞോട്ടെ. പെർമിഷൻ ചോദിച്ചിട്ടാണ് മാല കാണിക്കുന്നത്, മാല ഇടിയിക്കുന്നത്, നെക്ലേസ് ഇടിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷം. അതിനു മുമ്പ് നെക്ലേസ് വിൽക്കുന്നുണ്ട്. ഡയമണ്ട് അടങ്ങിയ റൂബി ഡയമണ്ട് അടങ്ങിയ നെക്ലേസ് വിൽപ്പന നടത്തുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഹണി റോസ് ആണ് പിടിക്കുന്നത് ഈ നെക്ലേസിൻ്റെ. അത് പിടിക്കുമ്പോൾ ബോച്ചയും കൂടി പിടിക്കും. രണ്ടുപേരും സ്പർശിക്കുന്നുണ്ട്. അവിടെയും ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കൈ തൊടുകയോ അവരെ സ്പർശിക്കുന്നതായിട്ട് അവരെ മുഖഭാവത്തിൽ നിന്ന് കാണുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖഭാവം മാറ്റമില്ല. മാത്രമല്ല അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഈ നെക്ലേസ് അവരെ കഴുത്തിൽ അണിയിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, കഴുത്തിൽ അണിയിച്ചോട്ടെ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് കഴുത്തിൽ അണിയിക്കുന്നത്. ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഇത് മാർക്കറ്റിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ, ഇതുപോലുള്ള സിനിമാ നടികൾക്ക് ലക്ഷങ്ങൾ നൽകി കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ തന്ത്രം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികേട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് എല്ലാവർക്കും നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ്
ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോ ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. കോടീശ്വരനും കോടീശ്വരിയൊക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വന്ന് സ്വർണം വാങ്ങുക, കൂപ്പൺ മറക്കാതെ വാങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വരൻ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു സർ. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം താങ്ക് യു സോ മച്ച്. ഈ പ്രസംഗം, അതായത് കഴിഞ്ഞ ശേഷം ഹണി റോസ് നടത്തുന്ന പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ്? 20 വർഷമായിട്ട് ഈ പറയുന്ന നമ്മുടെ ബോച്ചയുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? ഹണി റോസിന് ബന്ധമുണ്ട്. അന്ന് മുതൽ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്, ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസുകൾ അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്, ടൈക്കൂണാണ്. മാത്രമല്ല 20 വർഷമായി ബന്ധമുണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കഴുത്തിൽ മാല അണിയിച്ചതിന് ശേഷം പറയുന്നത്. ഇവിടെയും ലൈംഗികാതിക്രമം എവിടെയും ഇല്ല. വളരെ ക്ലിയറാണ്. വാദിപ്രതിയാകുന്ന കാര്യങ്ങളിലേക്കാണ് ഹണി റോസ് പോയിരിക്കുന്നത്. ഏത് തരത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ബോച്ചയ്ക്കെതിരെ എന്നറിയില്ല. അതായത് ആലക്കോട് നടന്ന അവിടെ ചെമ്മണ്ണൂറിൻ്റെ ഉദ്ഘാടനത്തിൽ ഇവർ കയറിപ്പിടിച്ചു, ബോച്ചയെ കയറിപ്പിടിച്ചു, ലൈംഗികപരമായി പരാമർശം പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന്. ഇവിടെ ഏത് ലൈംഗിക അതിക്രമമാണ് നടന്നിരിക്കുന്നത്? ഒരാളെ നിരപരാധിയായ ഒരാളെ ഇങ്ങനെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കാവോ? എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ഒരു ഇതിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. സോ the world with love you everybody. You're on Bocce. ഇങ്ങനെ പോവാം. രണ്ട് അസറ്റാണ്. ഇതൊരു അസറ്റാണ്, ഇത് അതിൽ കൂടിയ അസറ്റാണ്. അൺകട്ട് ആൻഡ് നാച്ചുറൽ റൂബി ഫോട്ടോയാണ്. ഇതിന് പറ്റും. യോഗി കിട്ടോ? അങ്ങനെ ഒരു ഭാഗ്യം. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ. ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണുന്നില്ല. ഒന്നുകൂടി വേണം. പതുക്കെ സ്ലോ മോഷനില് ഏറ്റവും അവസാനത്തെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാൻ ആ പുറത്തുവിടുന്ന 6ാമത്തെ വീഡിയോ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിൽ അവസാനത്തെ വീഡിയോയിൽ ആദ്യം ഒരു നെക്ലേസ് ചുറ്റിക്കുന്നു, കെട്ടുന്നു, അത് അഴിച്ചെടുക്കുന്നു, വീണ്ടും ഒരു റൂബി അടങ്ങിയ മാല അണിയിക്കുന്നു. ആദ്യം അവിടെയുള്ള സ്റ്റാഫാണ് അണിയിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം അത് കൃത്യമായി ഫിറ്റ് ചെയ്യുന്നു ആ ഒരു ബോച്ചെ കഴുത്തിൽ. അതിനുശേഷം കൈക്ക് പിടിച്ച് വട്ടം ചുറ്റിക്കുന്നു. സാധാരണ ഡ്രസ്സാണ്, വേറെ അവരുടെ വേറക്ഷം കെട്ടൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ്. സാധാരണ പ്യുവറായിട്ടുള്ള ഡ്രസ്സിലാണ് അവർ വന്നിരിക്കുന്നത്. വേറെ അവിടെ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ആ ചുറ്റിക്കുന്ന പോലും അവർ പൊട്ടിച്ചെറിക്കുകയാണ്. പൊട്ടിച്ചെറിച്ചതിന് ശേഷം ഇറങ്ങിച്ചെന്ന് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നമ്മളെ ഡ്യൂട്ടിയാണ്. കാരണം ജനങ്ങൾ അറിയണം. ഇനി പോലീസ് ഇങ്ങനെ കള്ളക്കേസ് എടുക്കുമ്പോൾ എനിക്കെതിരെ 3-4 കള്ളക്കേസ് എടുത്തുള്ളതാണ്. ജനങ്ങൾക്ക് ആദ്യം അറിയില്ല, പിന്നീട് ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ ബോച്ചെ ജയിലിലാണ്. ബോച്ചയ്ക്കെതിരെ
ഇങ്ങനെ ഒരു കള്ളപ്പരാതി പറയുന്നതിന് ആസ്പദമാക്കി ആലക്കോട്ടെ ഈ പറയുന്ന ഫംഗ്ഷനിലെ 6 വീഡിയോസാണ് ഞാൻ പുറത്തുവിടുന്നത്. ഈ 6 വീഡിയോസിലും ഒരു സ്പർശനം കൊണ്ട് അല്ലെങ്കിൽ കൈപ്പിടിച്ച് അവരെ ലൈംഗിക അതിക്രമം കാണിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ സൂചന പോലും